നമുക്ക് മറ്റു ചില കായിക വാർത്തകളിലേക്ക് കൂടി പോവുകയാണ് അല്ലെ. വലിയ പ്രതീക്ഷയോടെയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പുതിയ സീസൺ കാണുന്നതെന്ന് ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീനും ഫസ്റ്റ് ബോളർ MD നിതീഷും മീഡിയ വണിനോട്. കഠിന പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും എതിരാളികൾ പോലും ഭയക്കുന്ന ടീമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇരുവരും പറയുന്നത്. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖ താരങ്ങളും ഇക്കുറി ടീമിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം സ്പോർട്സ് ഹബിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. രഞ്ജി ട്രോഫി പുതിയ സീസണ് തുടക്കമാവുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇക്കുറി കേരള ടീം ഇറങ്ങുന്നത്. ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ഇപ്പോൾ കേരള ടീമിൻ്റെ നെടുന്തൂണാണ്, ഒരു ഫാസ്റ്റ് ബോളറാണ്. അത് മാത്രമല്ല നമുക്ക് ഫിനിഷറെന്നും കൂടി പറയാവുന്ന തരത്തിലേക്ക് ബാറ്റിംഗ് പ്രകടനം കൂടി മെച്ചപ്പെടുത്തിയ ഒരാൾ താരം കൂടിയാണ് MD നിതീഷ്. രണ്ടുപേരും ഇതിനൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും അതിന് തന്നെ ആശംസകൾ. ക്യാപ്റ്റനിൽ നിന്ന് തുടങ്ങാം. അസറെ, പുതിയ സീസൺ തുടക്കമാവുകയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയോടുകൂടിയാണ് സീസൺ അപ്രോച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഫൈനൽ വരെ എത്തി. ഫൈനലിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ഇപ്രാവശ്യം പുതിയ സീസണായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടീമിൻ്റെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. നിതീഷ, ഇപ്പോൾ അസറിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇത്തവണ ഇറങ്ങുന്നത്. അസറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ ഇതിനു മുമ്പ് സൗത്ത് സോൺ അസറാണ് ലീഡ് ചെയ്തത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഫൈനലിൽ എത്തി അവിടെ. അപ്പോൾ സൗത്ത് സോൺ വളരെയധികം പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുമിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു പ്ലെയർ കൂടിയാണ്. അപ്പോൾ എനിക്ക് വളരെയധികം പ്രതീക്ഷകളാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കൊല്ലം ദിവസമായിട്ട് നമ്മൾ ഫൈനലെത്തി. ഫൈനലിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ റണ്ണിനാണെങ്കിലും നമ്മൾ ലീഡ് പോയെങ്കിലും നമുക്ക് ആ ഒരു വലിയൊരു പോസിറ്റീവാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം കേരളത്തിന് ഫൈനലിൽ എത്താൻ പറ്റുമെങ്കിൽ ഇനി അവിടെ നിന്ന് ചാമ്പ്യൻസ് ആകാൻ പറ്റും. സോ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിതീഷ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിതീഷിൻ്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു? കാരണം ഒരു ബൗളിങ്ങിനപ്പുറത്തേക്ക് ബാറ്റിങ്ങിൽ കൂടി നിതീഷ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വ്യക്തിപരമായിട്ടുള്ള പരിശീലനത്തെ കാണുന്നത്? തീർച്ചയായും ചേട്ടാ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഞാൻ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏത് സമയത്ത് 1 മണിക്കൂറാണ് പ്രാക്ടീസ് അല്ലെങ്കിൽ 2 മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ 2 മണിക്കൂറിൽ ആ ഒരു 120 മിനിറ്റ് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ആളാണ്. കാരണം നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇന്നലെ അത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലും അത്രമാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും. നിതീഷ് അസറിനെ കുറിച്ച് പറഞ്ഞു, ടീമിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ബൗളറാണ്. നിതീഷിനെ കുറിച്ച് ക്യാപ്റ്റൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താ പറയുക, നിതീഷേട്ടനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ബോളിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് കേരളത്തിന് വേണ്ടി എറിയുന്ന ഒരാളാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഈ പറയുന്നത് പോലെ 100-ലധികം വിക്കറ്റുള്ള ഒരാളും കൂടിയാണ്. അപ്പം ബോളിങ്ങിനെ പറ്റി പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ബാറ്റിങ്ങിനെ പറ്റി പറയാം. നമ്മൾ ബാറ്റിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ മാച്ചായിരുന്നു, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏറ്റവും ക്രൂഷ്യൽ മാച്ചായിരുന്നു മധ്യപ്രദേശ് ആയിട്ടുള്ള മാച്ച്. അത് നമ്മൾ ലീഡ് അടിച്ച് കളി ഡ്രോ ആക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ്. ഫസ്റ്റ് ഇന്നിങ്സ് 5 വിക്കറ്റ് എടുത്ത് സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത് ആരുടെ കൂടെ, നമ്മുടെ അപർജിത്തിൻ്റെ കൂടെ ബാറ്റ് ചെയ്ത് 50 ബോളോളം കളിച്ച്. അത് ഏറ്റവും 50 ബോളെന്ന് വെച്ചാൽ 9 ഓവറാണ്. 9 ഓവർ സ്വന്തം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 ഓവറോളം നടുക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പം എന്താ പറയുക, ഒരു ഫാസ്റ്റ് ബോളറായി നിന്ന് നമ്പർ 9 ബാറ്റ് ചെയ്ത് 50 ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം ബോളിങ്ങിനെക്കാട്ടിലും കൂടുതൽ ബാറ്റിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. എതിരാളികളുടെ മനോഭാവത്തെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തും നമ്മുടെ ടീമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ നിങ്ങൾ മെൻഷൻ ചെയ്ത പേര് പോലെ സച്ചിൻ ചേട്ടനാണെങ്കിലും സഞ്ജു ഭായ് ആണെങ്കിലും നമ്മുടെ ടീമിൻ്റെ ഏറ്റവും നിർണായകമായ ആൾക്കാരാണ്. അപ്പം അവർ നല്ല ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുക, അവരുടെ കൂടെ നമ്മൾ നിന്ന് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ബാക്കിയുള്ള ടീം എങ്ങനെ കണ്ടാലും നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ സോണിലും ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഇത്തവണ കേരള ടീം ഇറങ്ങുന്നത്. അതിൻ്റെ പ്രതീക്ഷകളാണ് അസറും നിതീഷും പങ്കുവച്ചത്. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് SR ഷിജോ കുര്യൻ, മീഡിയ.